ഈ പറഞ്ഞ പോലെ ഒരു ഫൗണ്ടർ തന്നെ ആ വീഡിയോസിൽ ഫീച്ചർ ചെയ്ത് ആ വീഡിയോസിൽ പാർട്ടാവുക. ബാക്കിയുള്ളവർക്ക് നല്ല മടിയുള്ള ഒരു കാര്യം. എല്ലാവർക്കും റീച്ച് വേണം. ഈ ഒരു കാര്യത്തിനോട് ആർക്കും ഒരു താല്പര്യമില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കൊറോണ സമയത്ത് ഇത് തുടങ്ങി. എൻ്റെ ഹസ്ബൻഡായിരുന്നു എനിക്ക് ക്യാമറ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തുടക്ക കാലഘട്ടമാണ്, സ്ട്രഗ്ലിംഗ് പീരീഡാണ്. ആ സമയത്ത് എനിക്കൊരു മോഡലിനെ ഹയർ ചെയ്യാനുള്ള കാശൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ആ ഒരു തോട്ട്, കാരണം എല്ലാ ബൊട്ടിക്സ് മോഡൽസിനെ വെച്ച് ഷൂട്ടും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ കൊതിച്ച് നിന്നിട്ടുണ്ട്. കാരണം എൻ്റെ കയ്യിൽ ഒരു മോഡലിന് കൊടുക്കാനുള്ള ക്യാഷൊന്നും ഉണ്ടായിരുന്നില്ല സത്യസന്ധമായിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പറയുമ്പോൾ എല്ലാവരും പറയുന്നത് തള്ളന്ന കണ്ടോന്ന്, പക്ഷെ തള്ളലല്ല, സത്യം അതാണ്. ഭക്ഷണം കഴിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല കാശ്. അപ്പോൾ പിന്നെയല്ലേ മോഡലിന് കൊടുക്കാന്ന് പറയുന്നത്. ആ സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉണ്ടാക്കുന്നൊരു ഡ്രസ്സ് എന്നെക്കാൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഒരാൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. എനിക്കതൊരു മോഡലിന് വേണ്ട ഒരു ഫീച്ചേഴ്സും എനിക്കില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു മോഡലിന് വേണ്ട ഫീച്ചേഴ്സ് പറയുമ്പോൾ ആദ്യം പറയുമ്പോൾ ഹൈറ്റാണ്. ഞാൻ ഹൈറ്റ് കുറവാണ്. അതേപോലെ തന്നെ നമുക്ക് അങ്ങനെ ഭയങ്കര ഷേപ്പുള്ള ആളോ അല്ലെങ്കിൽ അങ്ങനെ അറിയുന്ന അല്ലെങ്കിൽ മുന്നേ ചെയ്ത് പരിചയമുള്ള ആളോ ഒരു തമാശയ്ക്ക് പോലും ഒരു ഫോട്ടോ എടുക്കുന്ന ഇഷ്ടമല്ല. സെൽഫി എടുക്കുകയാണെങ്കിൽ വലിയ സൈഡായിട്ട് നല്ലത് അങ്ങനെ പിടിച്ച് ഇവിടെ ഇങ്ങനെ മാത്രം എടുക്കുന്ന ഒരാൾ, അത് പെട്ടെന്നൊരു ഇതിലേക്ക് വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എങ്കിൽ പോലും നമ്മുടെ പരിമിതികൾ നമ്മൾ മനസ്സിലാക്കി അന്ന് ആ പരിമിതിക്കുള്ളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ചിന്തിച്ചപ്പോൾ അത് വർക്കൗട്ടായി.